വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ സൊല്യൂഷൻസ്. നമ്മൾ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ സീരീസിൽ ഫസ്റ്റ് സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് സ്പേസിൽ എങ്ങനെയാണ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പ് ഫോട്ടോഷോപ്പിയുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് നമ്മുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതും കൂടെ കാണുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇപ്പം നമുക്ക് പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതിനകത്ത് കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഫയലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ദർ ഇസ് എ ന്യൂ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ വൺ. ഓപ്പൺ എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. ഇപ്പം നമുക്ക് പുതിയ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓപ്പൺ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ദർ ഇസ് എൻ പോപ്പപ്പ് വിൻഡോ. ഇപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് തംബ്നെയിലും കാണിക്കും. അത് എന്താണെന്നുള്ളതും ഞാൻ പറയാം. ആദ്യം ഈ ഒരു നെയിം എന്നുള്ളടുത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് നെയിം എന്തെങ്കിലും ഒരു ടാസ്ക് ആണ് അല്ലെ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൗ ടു ഗിവ് എ നെയിം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ യാസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോഴത്തേക്കും അടുത്തത് പ്രിസെറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഡിഫൈൻ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് വരുന്നതാണ് പ്രിസെറ്റ്. ഇപ്പം ഇതിനകത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വിത്ത്, ഹൈറ്റ്, റെസൊല്യൂഷൻ ഈ പിക്ചറുടെ അല്ലെങ്കിൽ ഫോട്ടോയുടെ ഡയമെൻഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സൈസിലാണ് വരുന്നത്. ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റിമീറ്റേഴ്സിലാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ US പേപ്പറാണ്. US പേപ്പർ ആകുമ്പോഴത്തേക്കും നമുക്ക് ലെറ്റർ ഉണ്ട്, ലീഗൽ, ടാബ്ലോയിഡ്, ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേപ്പർ സൈസസ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രീസെറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ പേപ്പർ സൈസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗഷേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ബ്രൗഷേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കും ട്രൈഫോൾഡ്, ബൈഫോൾഡ് ബ്രൗഷേഴ്സ് ഒക്കെ ഉണ്ടാവും. സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഡയമെൻഷൻസ് നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഫോട്ടോ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സൈസസ് ഒക്കെ ചോദിക്കും. നമുക്ക് ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസ് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രീസെറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ അടുത്ത ഇൻ്റർനാഷണൽ പേപ്പർ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. A4, A6, A5 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ പേപ്പർ സൈസാണ് നമുക്ക് വരുന്നത്. ഇത് ഫോർ ബ്രൗഷേഴ്സ്, ഡിജിറ്റൽ പോസ്റ്റർ മീൻസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയാസിൽ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊക്കെ ഒരു സൈസസ് ഉണ്ട്. ഇതിനകത്ത് ഈ ഇൻ്റർനാഷണൽ പേപ്പറിന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പേപ്പർ സൈസസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ തംബ്നെയിലായിട്ട് നമുക്ക് കാണിക്കുന്നത്. യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദി സ്പോട്ട്. അതുകൊണ്ട് ഇത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ദറ്റ് വിൽ ഓൾസോ ഗെറ്റ് ചേഞ്ച്. സോ നോ വറി അബൌട്ട് ദറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അടുത്തതെന്ന് പറയുന്നത് ഫോട്ടോ നോർമലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോട്ടോ സൈസസ് തന്നെ ഫ്രെയിം സൈസസിനൊക്കെ ഇൻവിറ്റേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വിത്ത്, ഹൈറ്റ് ഒക്കെ വരും. ഫോട്ടോയിലാകുമ്പോഴത്തേക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോർ ആപ്ലിക്കേഷൻ, പിന്നെ A4 സൈസ് ഫോട്ടോ വേണം ഫോർ ഓഡീഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആ ഒരു സൈസസ് ഒക്കെ നമുക്കറിയാം. ആ ഒരു സൈസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാനുള്ളതാണ്. അതേപോലെ തന്നെ വെബ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോസ്റ്റ്ലി ഇൻ ദ ലാൻഡ്സ്കേപ്പ് മാനർ. ദറ്റ് മീൻസ് ഹൈറ്റ് കുറവായിരിക്കും, വിഡ്ത് കൂടുതലായിരിക്കും. ഇപ്പം നമ്മളൊരു മോണിറ്റർ എടുത്തു കഴിഞ്ഞാൽ ദറ്റ് ഷുഡ് ബി ഇൻ റെക്ടാങ്കിൾ ഷേപ്പ്. അപ്പോൾ എന്താവും, നമുക്ക് വിഡ്ത് കൂടുതലായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും, ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും. ആ ഒരു വെബ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് പ്രീസെറ്റ് മൊബൈൽ ആൻഡ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ ഓപ്പോസിറ്റ് മാനർ. ദറ്റ് മീൻസ് പോർട്രേറ്റ്, ഹൈറ്റ് കൂടുതലായിരിക്കും, വിഡ്ത് കുറവായിരിക്കും. ഫിലിം ആൻഡ് വീഡിയോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള NTSC DVയുടെ സൈസസ് ആണ് നമുക്ക് ഡീഫോൾട്ടായിട്ട് കിട്ടുന്നത്. ആർക്കിടെക്ട് വേർഷൻ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇൻഡെപ്ത് പോകുന്നില്ല. ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും വേണ്ട, എനിക്കായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു അളവ് വേണം, ആ ഒരു അളവിലാണ് എനിക്ക് എൻ്റെ ഫോട്ടോ വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ഗോ ഫോർ കസ്റ്റം. ഇത് ഇൻറ്റീരിയർ ആണ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു വാൾ ക്ലാഡിങ്ങോ അല്ലെങ്കിൽ ഒരു സീലിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ മാറ്റായിട്ടോ ഒക്കെ നമുക്കൊരു ഡിസൈൻസ് അവിടെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് അളവ് എത്രയാണെന്നുള്ളത് വിത്തും ലെന്തും നമ്മൾ നോക്കിയിട്ട് അത് എക്സാക്റ്റ് കൊടുത്തിട്ട് നമുക്കതൊന്ന് ആ ഒരു കളറോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്ചർ തന്നെ കറക്റ്റ് നമുക്ക് 3ds മാക്സോ അല്ലെങ്കിൽ റെവിറ്റിനകത്ത് മെറ്റീരിയലായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. പോയിന്റ് ദറ്റ് ഈസ് വാട്ട് റെസൊല്യൂഷൻ.
ഈ റിസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പിക്സലിന് പറയുന്നതാണ് ക്ലാരിറ്റി, ഈ റിസൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ക്ലാരിറ്റി, നത്തിങ് എൽസ്. ഈ റെസൊല്യൂഷനും ക്ലാരിറ്റിയും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 72 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നോർമലായിട്ട് ഒരു ഫോട്ടോ ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസൊല്യൂഷൻ മിനിമം 72 വേണം. അതിൻ്റെ താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ബ്രേക്ക് ആവുന്നത് പോലെ അല്ലെ ബ്ലർ ആയതുപോലെ ആയിരിക്കും കിട്ടുക. അത് തന്നെ ഒരു ബാനറോ ഒരു ഫ്ലക്സോ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം 300 പിക്സൽസ് പെർ ഇഞ്ച് വരെ നമുക്ക് പോകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് ഹൈറ്റും 1 ഇഞ്ച് വിത്തും ഉള്ള ഒരു സ്ക്വയർ ഏരിയയിൽ അറ്റ്ലീസ്റ്റ് 72 പിക്സൽസ് ഉണ്ടാവണം. അതാണ് ഈ റെസൊല്യൂഷൻ്റെ പിക്സൽ പെർ ഇഞ്ച് എന്നുള്ള ഒരു യൂണിറ്റിൻ്റെ മീനിങ്. ദറ്റ് മീൻസ് 1 ഇഞ്ചിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പിക്സലിനെ ഞാൻ മാക്സിമൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇമേജ് സൂം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗ്രിഡ് ആയിട്ടുള്ള സ്ക്വയർ പോട്ട്സ് കിട്ടും. അതിൻ്റെ എണ്ണം 72 ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് ആ ഒരു ഇമേജ് ബ്രേക്ക് ആവാതെ ബ്ലർ ആവാതെ ഇത് ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അടുത്ത മോഡ് എന്ന് പറയുമ്പോൾ RGB മോഡ് നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ ഡിജിറ്റലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദറ്റ് ഈസ് ഫോർ സോഫ്റ്റ് കോപ്പി. ഇഫ് ഇൻ കേസ് CMYK എന്ന് പറയുന്നത് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് CMYK കളർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ബിറ്റ് മാപ്പ് വീഡിയോ ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്കും വരുന്ന ആ ഗ്രിഡ് ആയിട്ടുള്ള ഒരു വെക്ടർ ഇമേജിലെ അതാണ് ബിറ്റ് മാപ്പ് ആയിട്ട് വരുന്നത്. 1 ബിറ്റ് ആണ് ഇതിനകത്ത് തുടങ്ങുന്നത് തന്നെ. ഈ ബിറ്റ് എന്ന് പറയുന്ന സംഭവം റിലേറ്റഡ് ടു ദ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് സൈസ് ഇപ്പം നമ്മൾ ഗവൺമെൻറ് വെബ്സൈറ്റ്സിലൊക്കെ ആപ്ലിക്കേഷൻസോ അപ്ലോഡ് വല്ലതും ചെയ്യുമ്പോഴത്തേക്കും ദർ വിൽ ബി എൻ ക്രൈറ്റീരിയ ഉണ്ടാവും ഈ ബിറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇപ്പം നമ്മൾ ബിറ്റ് മാപ്പ് 1 ബിറ്റ് എന്നാകുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് സൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം 42.2K മാത്രമേ ഉള്ളൂ. ഇഫ് ഇൻ കേസ് ഞാൻ അടുത്ത ഗ്രേ സ്കെയിലാണ്. ഗ്രേ സ്കെയിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 8 ബിറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 1 ബിറ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ബിറ്റ് മാപ്പ് ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ ഇമേജസും എല്ലാ മോഡും നമുക്ക് 8 ബിറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രേ സ്കെയിലിന് പറയുമ്പോഴത്തേക്ക് ഇതൊന്നുമല്ല, നമ്മൾ ഏത് കളറിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ഔട്ട്പുട്ട് വിൽ ബി ഓൺലി ഓൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഗ്രേ ഞാനിവിടെ 8 ബിറ്റ് വെക്കുന്നുണ്ട്. അഗൈൻ ഈ 8 ബിറ്റ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇമേജ് സൈസ് കണ്ടു 16 ബിറ്റാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇമേജിൻ്റെ സൈസ് 675 എന്നുള്ള ഇതിലോട്ട് കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ബിറ്റ് ലെവൽ കൂടുന്നവരെ നമുക്ക് ഈ ഒരു ഇമേജ് സൈസും കൂടും. പിന്നെ ഈ RGB എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പോസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും ഡിജിറ്റൽ യൂസേഴ്സിന് വേണ്ടിയിട്ടും ഉണ്ടാക്കുന്നതാണ് ഈ RGB കളറിൽ. അതിലും 16ഉം 32 വരെ 88 to 32 ബിറ്റ് വരെ അവൈലബിൾ ആണ്. CMYK എന്നുള്ള ഒരു കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഫോർ പ്രിൻറ്റ്, ഫ്ലക്സ്, ബാനർ ഇങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഇവിടെയും ബിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ M-ലേ വരത്തുള്ളൂ. വൈ? ബിക്കോസ് CMYK എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മെമ്മറി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ 16 ബിറ്റ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇമേജ് സൈസ് 2.64 MB ആണ്. അടുത്തതെന്ന് പറയുന്നത് ലാബ് കളർ എല്ലാ കളേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ആയിരിക്കും തരുന്നത്. അമ്മാതിരി കളേഴ്സൊക്കെ സ്റ്റുഡിയോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലാബ് കളർ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സെയിം തിങ് ബിറ്റ് ഓൾസോ ആക്ടിങ് ദ സെയിം റോൾ ഹിയർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇതാണ് കളർ മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കണ്ടൻസ്. ഇപ്പം നമ്മൾ ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് തന്നെ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഒരു ഡ്രോയിങ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ് എടുക്കുമ്പോൾ ഒരു വൈറ്റിന് നമ്മൾ എടുക്കുമ്പോൾ വി ആർ ടേക്കിംഗ് എ വൈറ്റ് പേപ്പർ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്താൽ മതി. ഇഫ് ഇൻ കേസ് ബാക്ക്ഗ്രൗണ്ട് കളർ വി ആർ ടേക്കിംഗ് എ കളർ പേപ്പർ, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻവിറ്റേഷനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഇൻ ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ JPG പിന്നെ PNG എന്ന് പറഞ്ഞ 2 ടൈപ്പിലുള്ള ഇമേജസ് കണ്ടിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് ട്രാൻസ്പെറൻറ്റിലാണ് ഞാൻ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദറ്റ് വിൽ ബി സേവ്ഡ് ആസ് PNG, മീൻസ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് പറയുന്നത് കളർ പ്രൊഫൈലാണ്. ഇത് വർക്കിംഗ് വിത്ത് RGB എന്ന് പറയുന്നത് ഡീഫോൾട്ടാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബേസിക് ഞാനിപ്പോൾ വൈറ്റിൽ കൊടുത്ത് ഞാൻ ഓപ്പൺ ചെയ്യാൻ കസ്റ്റമല്ല, ഞാൻ ജസ്റ്റ് ഇൻ്റർനാഷണൽ പേപ്പറിൽ A4 സൈസ് കൊടുത്തിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ എൻ്റെ ന്യൂ ഡോക്യുമെൻ്റ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. കണ്ടോ, A4 സൈസിൽ ഒരു പേപ്പർ എടുക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഓപ്പൺ ആവുന്നത്. ഇന്ന് നമുക്കിവിടെ 2 കളേഴ്സ് കാണുന്നുണ്ട്. ഈ 2 കളറിന് പറയുന്നത് ആദ്യം ഈ കാണുന്ന ബ്ലൂ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് കളറാണ്. ബാക്കിൽ കാണുന്ന ആ ഒരു പിങ്ക് എന്ന് പറയുന്ന മെജന്ത എന്ന് പറയുന്ന സംഭവം ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഇഫ് ഇൻ കേസ് ഐ എം ഓപ്പണിങ് എ
ന്യൂ ഡോക്യുമെൻറ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്കിവിടെ കിട്ടും. ഇതൊരു പുതിയ ഡോക്യുമെൻറ്റ്. അങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇഫ് ഇൻ കേസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഐ എം ഗോയിങ് ടു ഓപ്പൺ നെക്സ്റ്റ് അനദർ ഡോക്യുമെൻറ്റ് വിത്ത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ എന്തായി, എനിക്ക് അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദറ്റ് മീൻസ് ഇവിടെ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബ്ജക്റ്റ് മാത്രമേ എനിക്ക് സേവ് ആവത്തുള്ളൂ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് നമുക്കൊരു ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഇമേജസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. താങ്ക് യു.